الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد واحد في أسمائه واحد في صفاته واحد في ذاته ليس كمثله شيء وهو السميع البصير. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد كان لكم آية في فئتين التقتا فئة تقاتل في سبيل الله وأخرى كافرة يرونهم مثليهم رأي العين والله يؤيد بنصره من يشاء إن في ذلك عبرة لأولي الأبصار. اتقوا الله عباد الله. ഏറ്റവും സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മുടെ നിലവറിയുന്ന നമ്മുടെ മനസ്സറിയുന്ന നാളെയും നമ്മെ വിചാരണ ചെയ്യുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് നല്ലവരായി ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുന്നു, ഓരോരുന്നു, ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകണമേ, അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളുടെ പരിശുദ്ധമായ റമളാനിന്റെ ദിനരാത്രങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നാളിതുവരെ നമ്മൾ നിർവഹിച്ച നമ്മുടെ നോമ്പും നമ്മുടെ സ്വതന്ത്രകളും പരിശുദ്ധ ഖുർആൻ പാരായണങ്ങളുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലൊരു അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വന്നുപോയ അബദ്ധങ്ങളെ, തെറ്റുകളെ പടച്ചവൻ നമുക്ക് കൊടുത്തുമാപ്പാക്കി തരുമാറാകട്ടെ. വിശ്വാസികളെ, ചരിത്രത്തിൽ ഒട്ടേറെ സന്ദേശങ്ങളും ഗുണപാഠങ്ങളും വിശ്വാസികൾക്ക് നൽകുന്ന ഒരു യുദ്ധമായിരുന്നു ബദർ യുദ്ധം എന്നുള്ളത്. റമദാൻ 17-നാണ് ബദർ യുദ്ധം നടക്കുന്നത്. ഒരുപക്ഷെ ബദർ യുദ്ധം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ചിലപ്പോൾ കടന്നു വരാറുള്ളത് ബദരീങ്ങളുടെ ആദർശം
അല്ലെങ്കിൽ ബദരീങ്ങളുടെ നേരെയുള്ള നേർച്ചകൾ, ഈ രൂപത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ പക്ഷേ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നേക്കാം. എന്നാൽ വിശ്വാസികളെ പ്രമാണങ്ങൾ അതിനെ പരിചയപ്പെടുത്തിയത് ത്യാഗോത്സവമായ വലിയ പ്രത്യേകതയുള്ള സംഭവങ്ങളായിട്ടാണ്. ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ അതിന്റെ വിശാലതയിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഒരു യുദ്ധത്തിനുള്ള പുറപ്പാടുകളുടെ രൂപത്തിലായിരുന്നില്ല മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും പുറപ്പെട്ടിട്ടുള്ളത്. യുദ്ധസന്നാഹങ്ങളൊന്നുമില്ലാതെ, വലിയ ആയുധങ്ങളൊന്നുമില്ലാതെ, തങ്ങളെക്കാൾ വരുന്ന ഇരട്ടിയോളം വരുന്ന ഒരു സൈന്യത്തിന്റെ മുമ്പിൽ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ അവർക്ക് വിജയം ലഭിച്ചത്? അവർക്ക് എങ്ങനെയാണ് ആ യുദ്ധത്തിൽ വിജയം സാധിച്ചത്? അതാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുവാനുള്ളത്. അതുകൊണ്ട് ബദർ യുദ്ധം നൽകുന്ന ഒരുപാട് സന്ദേശങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. അതിൽ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ബദർ എന്നുള്ളത് വലിയ ഒരു ദൃഷ്ടാന്തവും ഗുണപാഠവും എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചു തരികയാണ്, ഖദ് കാന ലക്കും ആയത്തുൻ ഫീ ഫിഅതൈനി ഇൽതമസാ. രണ്ട് വിഭാഗങ്ങളിൽ തീർച്ചയായും നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്. രണ്ട് വിഭാഗം ആളുകളിൽ നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്. ഫിഅതുൻ തുഖാതിൽ ഫീ സബീലില്ലാഹ് ഒരു വിഭാഗം അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന ആളുകളാണെങ്കിൽ മറ്റൊരു വിഭാഗം സത്യനിഷേധികളായിട്ടുള്ള ആളുകളാകുന്നു. നോക്കൂ, നിങ്ങൾ ഒരു വിഭാഗം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിലാണെങ്കിൽ പ്രിയപ്പെട്ടവരെ മറ്റൊരു വിഭാഗം ആളുകൾ സത്യനിഷേധികളായിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് ബദർ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഗുണപാഠമുള്ളത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു ദൃഷ്ടാന്തം തന്നെയാണ്. മാത്രമല്ല, ഈമാനുണ്ടോ വിശ്വാസമുണ്ടോ ചെയ്യിക്കണം. അടിയുറച്ച ഈമാൻ നമ്മുടെ ജീവിതത്തിലുണ്ടോ? ആരും നമ്മൾ തളർത്തിയാലും, ആരും നമ്മളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും പ്രിയപ്പെട്ടവരെ അടിയുറച്ച ഈമാൻ നമ്മുടെ ജീവിതത്തിലുണ്ടോ? വിജയം നമുക്കുണ്ട്. നോക്കൂ, നിങ്ങള് അവർ തങ്ങളുടെ അത്രയായ കാലാവസ്ഥകളിൽ അവരെ കണ്ടിരുന്നു എന്നുള്ളതാണ്. അഥവാ ശത്രുക്കൾ ഈ മുസ്ലിമീങ്ങളുടെ നേരെ നോക്കുമ്പോൾ അവർക്ക് വലിയ ഭീതിജനകമായ രൂപമുണ്ടായിരുന്നു. ഈ വചനത്തെ വിശദീകരിക്കുമ്പോൾ ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുകയാണ്, ദലാലത്തുൻ അലാ അന്ന അല്ലാഹു മുഅ്സിൻ ദീനഹു. അല്ലാഹു തന്റെ ദീനിനെ പ്രധാനമുള്ളതാക്കുന്നവനാണ്. അല്ലാഹുവിന്റെ ദീനിനെ വിട്ട് റബ്ബ് കളയുകയില്ല. അല്ലാഹുവിന്റെ ദീനിനെ ആ റബ്ബ് സുബ്ഹാനഹു വ തആല തന്നെ സംരക്ഷിക്കുമെന്നുള്ളതാണ്. വനാസിറും വറസൂലഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിക്കും. വമുദിറുൽ കലിമതഹു, അവന്റെ കലിമത്തിനെ അവൻ ഉയർത്തുന്നു. വമുഅ്ലിൻ അംറഹു, അവന്റെ കൽപ്പന വേഗത്തിലാക്കുന്നവനും ആണെന്നുള്ളതിന് തെളിവാണ് ഈ ബദറിലുള്ള വിജയം എന്നുള്ളത് എന്ന് മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് വിശദീകരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നാമമാത്രമായ വളരെ ചില്ലാനം ആയുധങ്ങളും 313 ചില്ലാനം സഹാബികളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അവരുടെ 3 ഇരട്ടിയായ വലിയ യുദ്ധസന്നാഹങ്ങളുള്ള ഒരു സൈന്യത്തെ തകർത്തിട്ടെങ്കിൽ അവരുടെ ഈമാനിന്റെ ആ ഒരു പവറിലേക്ക് പ്രിയപ്പെട്ടവരെ അത് അല്ലാഹുവിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമല്ലേ അത്? അതെ, ഒന്നാമതായി നമുക്കുള്ള പാഠം ഇതാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, രണ്ടാമതായി നമുക്കുള്ള പാഠമെന്നുള്ളത് വിശ്വാസവും അവിശ്വാസവും അഥവാ ശരിയും തെറ്റും വേർതിരിക്കപ്പെട്ട യുദ്ധമായിരുന്നു ബദർ യുദ്ധം എന്നുള്ളത്. വിശ്വാസവും അവിശ്വാസവും ഒരിക്കലും അത് കൂടിപ്പിണരുകയില്ല, അത് ഒരുമിച്ച് സഞ്ചരിക്കുകയില്ല, അതൊരുമിച്ച് മുന്നോട്ട് പോവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു, ഇൻ കുൻതും ആമൻതും ബില്ലാഹി വമാ അൻസൽനാ അലാ അബ്ദിനാ യൗമൽ ഫുർഖാൻ യൗമൽ തഖൽ ജംആൻ. അല്ലാഹു പറയുകയാണ്,
ഏറ്റുമുട്ടിയ സന്ദർഭം നമ്മുടെ അടിയാന്റെ മേൽ നാം അവതരിപ്പിച്ചതിലും വിശ്വസിച്ചിരിക്കുന്നുവെങ്കിൽ അല്ലാഹുവിന്റെ സഹായം വിശ്വാസികൾക്കാണ് എന്നുള്ളതാണ് വിശ്വാസികളുടെ ഭാഗത്താണ് വിജയമുണ്ടായത്. വിശ്വാസികളാണ് സത്യമെന്നും അതുപോലെ തന്നെ ആ വിശ്വാസികൾക്കാണ് വിജയമുണ്ടാവുകയുള്ളൂ എന്നും നമ്മൾ ഇന്ന് പഠിക്കണം. അഥവാ വിശ്വാസികളായിട്ടുള്ള ആളുകൾ യുദ്ധത്തിൽ പരാജയപ്പെട്ടു. അതോടുകൂടി വിശ്വാസവും അവിശ്വാസവും രണ്ട് വഴിക്കായി മാറി എന്നുള്ള വലിയൊരു ഗുണപാഠം കൂടി പ്രിയപ്പെട്ടവരെ നമുക്കിതിൽ നിന്നുണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു ഗുണപാഠമുള്ളത് പ്രിയപ്പെട്ടവരെ വാഗ്ദാനം പുലർന്ന യുദ്ധമായിരുന്നു ബദർ യുദ്ധം എന്നുള്ളത്. ആ കച്ചവട സംഘത്തെ തടയാൻ വേണ്ടി മാത്രം ഒരു ചെറിയ സംഘം പുറപ്പെടുന്ന സന്ദർഭങ്ങളിലൂടെ പോയ സന്ദർഭത്തിൽ അവർ ഭയപ്പെട്ടിരുന്നു, അവർ പേടിച്ചിരുന്നു. എന്നാൽ അവരെ ഭയപ്പെട്ടിരുന്ന സഹാബത്തിന്റെ ഇടയിലുള്ള ആളുകൾ പോലും അവരുടെ ഉള്ളിൽ ആ സഹാബികൾക്ക് ഭയമുണ്ടായിരുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ അവരുടെ ഏറ്റവും വലിയ വിശ്വാസം എന്തായിരുന്നു എന്നറിയോ? അല്ലാഹു ഞങ്ങളുടെ കൂടെയുണ്ട് എന്നായിരുന്നു. അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുള്ളതാണ്, നമ്മളെക്കാൾ വലിയ സംഘമാണല്ലോ അവര്. ഉള്ളിൽ ഒരു ചെറിയ പേടിയുണ്ട്, പക്ഷെ ഉള്ളിൽ വലിയ പ്രതീക്ഷയുമുണ്ട്. ആരുള്ള പ്രതീക്ഷ? റബ്ബിലുള്ള പ്രതീക്ഷ. നിങ്ങള് ആ ശത്രുക്കൾ ഭയന്തോടുള്ള റബ്ബിന്റെയും റസൂലിന്റെയും വാഗ്ദാനമാണ് അവരെ മുന്നോട്ട് നയിച്ചത്. സൂറത്തുൽ ഖമറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വഴിയെ ആ സംഘം പരാജയപ്പെടുത്തപ്പെടും, അവർ പിന്നോക്കം തിരിഞ്ഞു പോവുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് കൊടുത്ത വാഗ്ദാനമാകുന്നത് സംഭവിച്ചില്ലേ പ്രിയപ്പെട്ടവരെ? അത് നമുക്ക് രണ്ടാമതായി നൽകുന്ന വലിയൊരു ഗുണപാഠമാണ്. പ്രിയപ്പെട്ടവരെ, അടുത്ത ഒരു ഗുണപാഠമെന്നുള്ളത് സഹായം വിശ്വാസികൾക്ക് മാത്രമുള്ള തിരിച്ചറിവ് ലഭിച്ച ദിനമായിരുന്നു ബദറിന്റെ ദിനം എന്നുള്ളത്. അല്ലാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ച് അല്ലാഹു വെളിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകളെ അല്ലാഹു സഹായിക്കുന്നു. അതിനൊരു സംശയമില്ല. ചരിത്രത്തിൽ കഴിഞ്ഞുപോയ എല്ലാ ചരിത്രങ്ങളും നമ്മളെടുത്ത് പരിശോധിച്ചു. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ആ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൽ നിന്ന് വിശ്വസിച്ച് കൂടെ വന്ന ആളുകൾ നടന്നു പോകുമ്പോൾ ഫിറൗനും കൂട്ടരും അവരെ പിടിക്കാൻ വരുന്ന രംഗമുണ്ട്. ആ ഫിറൗനും കൂട്ടരും അവരുടെ പിന്നാലെ സഞ്ചരിക്കുമ്പോൾ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുമ്പിൽ വലിയ സമുദ്രമായിരുന്നു. ആളുകൾ ചോദിച്ചില്ലേ, മൂസ അവരെ നമ്മൾ പിടികൂടുന്നു എന്ന്. എന്താ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിച്ചത്? എന്റെ റബ്ബ് എനിക്കൊരു വഴി കാണിച്ചു തരുമെന്നുള്ളത്. രക്ഷപ്പെട്ടില്ല പ്രിയപ്പെട്ടവരെ. അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് പ്രശ്നമില്ല. അല്ലാഹുവിന്റെ നിയമങ്ങളെയും നിർദ്ദേശങ്ങളെയും ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നവർ ഭയപ്പെടേണ്ടതില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ബദർ നമുക്ക് നൽകുന്ന മറ്റൊരു സന്ദേശം എന്നുള്ളത്, ഗുണപാഠം എന്നുള്ളത്, അല്ലാഹുവിന്റെ സഹായം വിശ്വാസികൾക്ക് മാത്രമാകുന്നു എന്നാണ്. അതാണ് ബദറിൽ വിശ്വാസികൾക്ക് ലഭിച്ച വലിയ ഒരു സഹായം. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ പോലും ഇറക്കിക്കൊടുത്ത് സഹായിച്ചതാണ്. അല്ലാഹു പറയുകയാണ്, വലഖദ് നസറകുമുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ല. നിങ്ങൾ ദുർബലരായിരുന്നപ്പോഴും നിങ്ങൾ ശക്തിയില്ലാതെ പ്രയാസപ്പെട്ടിരുന്ന സന്ദർഭങ്ങളിലൂടെ അല്ലാഹു നിങ്ങളെ ബദറിൽ സഹായിച്ചിട്ടുണ്ട്. അല്ലാഹു പറയുകയാണ്, നിങ്ങൾ റബ്ബിനെ സൂക്ഷിച്ചുകൊള്ളണേ, ലഅല്ലകും തശ്കുറൂൻ. നിങ്ങൾ നന്ദി കാണിക്കുമായിരിക്കാം. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ സഹായം ലഭിച്ച വിശ്വാസികൾക്കാണെങ്കിൽ ജീവിതത്തിലുടനീളം നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴോ എത്രയെത്ര പ്രയാസങ്ങളാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. ആ പ്രയാസങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു തുറസ് നമുക്ക് അല്ലാഹു തരണമെങ്കിൽ നമുക്ക് അടിയുറച്ച് വിശ്വാസമുണ്ടായാൽ മതി.
എന്തെങ്കിലുമൊക്കെ രോഗങ്ങൾ വരുമ്പോഴേക്കും ഇസ്ലാം പഠിപ്പിക്കാത്ത മാർഗത്തിലേക്ക് കടന്നു പോകുന്ന ആളുകൾ, ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോ ഇസ്ലാം പഠിപ്പിക്കാത്ത മേഖലകളിലേക്ക് കടന്നു പോവുകയാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, അതുണ്ടാകാൻ പാടില്ല. നിന്ദരായി പോകുമായിരുന്ന, പരാജയപ്പെട്ടു പോകുമായിരുന്ന എന്ന് കരുതിയിരുന്ന വിശ്വാസികളെ അന്ന് രക്ഷപ്പെടുത്തി. അവരുടെ വിശ്വാസത്തിന്റെ പവറാണ്. അതുകൊണ്ട് ആ രൂപത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്കും ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി പ്രിയപ്പെട്ടവരെ, അടുത്ത ഒരു പാഠം എന്താണെന്നറിയോ? ഈ സഹായങ്ങളൊക്കെ കിട്ടിയതിന്റെ ഏറ്റവും വലിയ കാരണമെന്നുള്ളത് നിഷ്കളങ്കമായി കൊണ്ടുള്ള പ്രാർത്ഥനയും ദൃഢമായി കൊണ്ടുള്ള തവക്കലുമായിരുന്നു എന്നാണ്. അല്ലെ, വളരെ ഗൗരവത്തോടുകൂടി വിശ്വാസം മനസ്സിലാക്കേണ്ട വിഷയം രണ്ട് കാര്യങ്ങളാണ്. നിഷ്കളങ്കമായി കൊണ്ടുള്ള പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും. പ്രിയപ്പെട്ടവരെ, ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും. നിങ്ങൾ അല്ല പറയുകയാണ്, ഇസ്തഈസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുകും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, ഇസ്തഈസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് സഹായം തേടിയ ഒരു സന്ദർഭമില്ലേ? എന്നിട്ട് നിങ്ങൾക്ക് ഉത്തരം നൽകിയിട്ടുണ്ട്. അന്നീ മുമിദ്ദുകും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. മലക്കുകളിൽ നിന്നും തുടരെ വന്നുകൊണ്ടിരിക്കുന്ന 1000 പേരെ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് സഹായം നൽകുന്നവനാണ്. നോക്കൂ, നിങ്ങൾ 1000 മലക്കുകളെയാണ് പ്രിയപ്പെട്ടവരെ ബദറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയത്. ആ വിശ്വാസികൾക്ക് അല്ലാഹു കൊടുത്ത സഹായമാകുന്നു അവരുടെ ആത്മാർത്ഥമായിക്കൊണ്ടുള്ള പ്രാർത്ഥനയായിരുന്നു, അവരുടെ ദൃഢമായി കൊണ്ടുള്ള വിശ്വാസമായിരുന്നു. വിശ്വാസികളെ, വിശ്വാസികളായ നമ്മളും ഈ രൂപത്തിലുള്ള പാഠങ്ങൾ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഈമാനുള്ളവർക്ക് വിജയമാണ്. അതുപോലെ തന്നെ പതിവ് നൽകുന്ന മറ്റൊരു പാഠമാണ് പ്രിയപ്പെട്ടവരെ കൂടിയാലോചന എന്നുള്ളത്, മുശാവറ എന്നുള്ളത്. എന്താ മുശാവറ കൊണ്ടുള്ള ഒരു മെച്ചം എന്നുള്ളത്? അഭിപ്രായങ്ങൾ, പുതിയ പുതിയ അഭിപ്രായങ്ങൾ നമുക്ക് കാണാനും കേൾക്കാനും അംഗീകരിക്കുവാനൊക്കെ കഴിയുന്ന ഒരു സന്ദർഭങ്ങൾ അല്ലേ? ഏത് വിഷയത്തിലും ഒരു മുശാവറ ഉണ്ടാകുന്ന നല്ലത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് കൂടിയാലോചിച്ചിരുന്നു. അതുപോലെ നമുക്ക് മറ്റൊരുപാട് കണ്ടുള്ളത്, ഏതൊരവസ്ഥയിലും വിശ്വാസികളെ ക്ഷമ കൈക്കൊള്ളാൻ നമുക്ക് സാധ്യമാകണം. ഏതവസ്ഥയിലും ക്ഷമിക്കാനുള്ള ഒരു മനസ്സുകൊണ്ട് കാണണം. ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിലുള്ള പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ എന്റെ റബ്ബിനെ എങ്ങനെ പരീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ അള്ളാഹു ഇഷ്ടപ്പെടാത്ത സംസാരങ്ങൾ സംസാരിക്കാൻ ഇതൊന്നും ഉണ്ടാകാൻ പാടില്ല. ക്ഷമിക്കാനുള്ള കഴിവ് നമുക്കുണ്ടാകും. അതുപോലെ തന്നെ റബ്ബിന്റെ വിധിയിലുള്ള വിശ്വാസമാണ്. ഈ കാര്യങ്ങളൊക്കെ പ്രിയപ്പെട്ടവരെ ബദറിൽ നമുക്ക് നൽകുന്നുണ്ട്. എങ്കിലും വിശ്വാസികളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റൊരു കാര്യം എന്താണെന്നറിയോ? ബദറിൽ ഇറങ്ങുന്നതിന്റെ മുമ്പ്, അഥവാ ബദറിന്റെ തലേ ദിവസം രാത്രിയിൽ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആത്മാർത്ഥമായി റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന രംഗം നമുക്ക് കാണുവാൻ കഴിയും. വിശ്വാസികളും ആലോചിച്ചു നോക്കൂ, എത്രത്തോളം വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തോളിലെ മുണ്ട് നിലത്ത് വീഴുമാറും അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൾ ഉയർത്തി ആകാശത്തേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുകയാണ്. വിശ്വാസികളുടെ കൂട്ടത്തിൽ സ്വഹാബത്ത് ഏറെ പ്രയാസപ്പെട്ടുകൊണ്ട് കഴിയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സന്ദർഭത്തിൽ ശത്രുക്കളുടെ ഭാഗത്ത് പ്രിയപ്പെട്ടവരെ അബൂജഹൽ കൂടുതൽ എന്താണ് ചെയ്യുന്നത്? അവര് മദ്യപിച്ച് നൃത്തങ്ങളാടി ആഘോഷിച്ചുകൊണ്ട് അവർ സമയത്തെ കൊണ്ടുപോവുകയാണ്. നാളെ മുഹമ്മദിന്റെയും അനുയായികളുടെയും കഥ കഴിക്കാൻ പോവുകയാണല്ലോ എന്നുള്ള സന്ദേശമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നോക്കൂ, ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുമ്മ അൻജിസ്നി മാ വഅദ്തനി, അല്ലാഹുവേ എനിക്ക് നീ വാഗ്ദത്തം ചെയ്തത് നീ നിറവേറ്റി തരണേ അല്ലാഹ്.
വാഗ്ദാനം നീ എനിക്ക് നൽകണമേ, ഞങ്ങളെ വിജയിപ്പിക്കണമേ, ഞങ്ങൾക്ക് പരാജയം തന്നു പോകല്ലേ. അല്ലാഹുവേ, ഈ കൊച്ചു സംഘത്തെ എങ്ങാനും നീ നശിപ്പിച്ചു കഴിഞ്ഞാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. റബ്ബിനോടാണ് പ്രാർത്ഥിക്കുന്നത്. ഈ ഒരു കൊച്ചു സംഘത്തെ എങ്ങാനും നീ നശിപ്പിച്ചാൽ പിന്നെ ഈ ഭൂമിയെ നിന്നെ ആരാധിക്കുവാൻ ആളുണ്ടാവുകയില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് നീ സഹായം നൽകണമേ എന്ന് വിശ്വാസികളെ കരഞ്ഞ കണ്ണുമായി അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. ലാ ഇലാഹ ഇല്ലല്ലാഹു വേണ്ടി ജീവൻ പണയം വെച്ച ബദരീങ്ങളുടെ ചരിത്രം പഠിക്കുന്ന നമ്മളോട് പ്രിയപ്പെട്ടവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയുണ്ട്. ഇനി റമദാൻ 17 നാളുള്ള നമ്മുടെ നാടുകളിലൂടെ റമദാൻ 17 ആളുകളെ സജീവമായി കൊണ്ടിറങ്ങുകയാണ്. ഇന്ന് ബദരീങ്ങളുടെ ആണ്ടാണ്. പ്രത്യേകമായി കൊണ്ടുള്ള ദിക്റുകളും സ്വലാത്തുകളും അതുപോലെ തന്നെ ഭക്ഷണ പദാർത്ഥങ്ങളും കാര്യങ്ങളുമെല്ലാം വെച്ച് സുലഭമാക്കിക്കൊണ്ട് അവർ ആഘോഷിക്കുന്നു. ബദറിൽ പങ്കെടുത്ത ബദരീകളാണെന്നറിയുമോ പ്രിയപ്പെട്ടവരെ? വളരെ പ്രയാസപ്പെടുന്ന ദുർബലരായിട്ടുള്ള സഹാബത്ത് അവരുടെ കൂട്ടത്തിലുണ്ട്. ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാത്ത സഹാബത്ത് ആ കൂട്ടത്തിലുണ്ട്. എന്നിട്ട് നമ്മുടെ നാട്ടിലുള്ള ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്, ബദരീകളെ കാക്കണേ എന്ന്. ഇനി ഒരൊറ്റ കാര്യം കൂടി നമുക്ക് പറയാം. എന്താണെന്നറിയോ? ആരായിരുന്നു ബദരീകൾ? ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകളാണല്ലോ ബദരീകൾ. എന്തിനു വേണ്ടിയിട്ടായിരുന്നു അവർ ബദറിൽ പങ്കെടുത്തത്? ഈ ലാ ഇലാഹ ഇല്ലല്ലയെ കൃത്യമായി കൊണ്ട് നിലനിർത്താൻ വേണ്ടി. എന്നിട്ട് നമ്മുടെ നാട്ടിലെ ആളുകളും അവരോട് വിളിച്ച് പ്രാർത്ഥിക്കും, അല്ലെ? ബദരീകളെ കാക്കണേ, ബദരീകളെ കുട്ടികളെ നൽകണം. എന്തൊക്കെയാണ് പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയോടല്ലേ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? ബദരീങ്ങളുടെ നേതാവ് പ്രിയപ്പെട്ടവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത് റബ്ബിനോടായിരുന്നു. ഇനിയും നമുക്കതിലപ്പുറം നമുക്ക് എന്താണ് പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കുവാനുള്ളത്, അല്ലെ? അപ്പൊ ഇത്തരത്തിലുള്ള വിദേഹത്തിന്റെ മേഖലകളിൽ നിന്ന് നമ്മൾ പരിപൂർണമായി കൊണ്ട് മാറി നീക്കണം. ഈ ബദറിൽ പങ്കെടുത്ത എത്രയോ ആളുകൾ പ്ലേഗ് പിടിച്ചുകൊണ്ട് മരണപ്പെട്ടവരുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള മാറാരോഗങ്ങൾ പിടിപെട്ട് മരിച്ചവരുണ്ട്. സ്വന്തം ശരീരത്തെ പോലും രോഗത്തിൽ നിന്ന് മുക്തമാക്കാൻ തടുക്കാൻ കഴിയാത്ത ആ ബദരീകളെ വിളിച്ചുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ പല ആളുകളും ബദർ മൗലിദ് എന്ന പേര് പറഞ്ഞുകൊണ്ടും അതുപോലെ തന്നെ മജ്ലിസിനോട് എന്നൊക്കെ പേര് പറഞ്ഞുകൊണ്ടും ആ ബദരീകളോട് വിളിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് കേടുന്നു. വിശ്വാസിയുടെ ജീവിതത്തിൽ അതുണ്ടാകാൻ പാടില്ല. പ്രാർത്ഥന അത് റബ്ബിനോട് മാത്രമാണ്, അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമാണ്. ആ രൂപത്തിൽ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ബദരീങ്ങളുടെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله حمدا كثيرا طيبا مباركا فيه. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. ايها الناس اوصيكم واياي سعيا بالحب. ും അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളുടെ പരിശുദ്ധമായ റമദാനിന്റെ ഓരോ ദിനങ്ങൾ നമ്മിൽ നിന്നിങ്ങനെ വിട പറഞ്ഞു പോകുമ്പോൾ വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥതയോടുകൂടി ചിന്തിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെ
എന്റെ സൽക്കർമ്മങ്ങൾ എത്രത്തോളം എനിക്ക് മെച്ചപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്, ഏതൊക്കെ മേഖലകളിലാണ് എനിക്ക് പാഴ്ചകൾ സംഭവിച്ചിട്ടുള്ളത്, എന്റെ റബ്ബ് എന്റെ നമസ്കാരങ്ങൾ, എന്റെ തറാവീഹ് നമസ്കാരങ്ങളെല്ലാം സ്വീകരിക്കുമോ, എന്റെ റബ്ബ് എന്നിൽ നിന്ന് പരിപൂർണമായി ഇഖ്ലാസോടുകൂടി സ്വീകരിക്കുമോ എന്നുള്ള ഒരു ചിന്തയും അതിനനുസരിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന വിശ്വാസികളെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. എന്നാൽ ഭേദകരമെന്ന് പറയട്ടെ, പരിശുദ്ധമായ റമദാനിന്റെ ആദ്യ തുടക്കത്തിലുണ്ടായിരുന്ന ഒരു ആവേശം കുറച്ച് ദിവസങ്ങൾ അതിനെ പിന്നിടുമ്പോൾ പിറകോട്ട് പോകുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും നമ്മളോട് ചോദിക്കേണ്ടുന്ന ചോദ്യമാണ്. ഇശാ നമസ്കാരത്തിൽ കൃത്യമായി എത്തിരുന്ന പല ആളുകളും രണ്ടാമത്തെ പത്തിലേക്ക് എത്തുമ്പോൾ നമസ്കാരത്തിന്റെ അവസാനത്തിലാണ് ജമാഅത്തിലേക്ക് എത്തിക്കുന്നത്. തറാവീഹ് നമസ്കാരം കൃത്യമായി മുഴുവനായി ഇമാമിന്റെ കൂടെ പരിപൂർണമായി നിസ്കരിച്ചിരുന്ന ആളുകൾ കുറച്ചു കഴിഞ്ഞ് 2-4 റക്അത്ത് കഴിഞ്ഞ് പിന്നെ എണീറ്റ് പോവുകയാണ്. ഈ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെയാണോ പ്രിയപ്പെട്ടവരെ നമ്മുടെ നോമ്പ് കടന്നു പോകുന്നത് എങ്കിൽ നമ്മൾ നമ്മളെ ഒന്ന് വിചാരണ ചെയ്യേണ്ടതുണ്ട്. മഹാനായ വിശ്വാസികളെ, മുഅ്മിനീങ്ങളെ നമ്മൾ ഗൗരവത്തോടുകൂടി പഠിക്കേണ്ടുന്ന വചനമാണ്. നിങ്ങളെ തന്നെ ഒന്ന് വിചാരണ ചെയ്യുക. നിങ്ങളെ നാളെ വിചാരണ ചെയ്യുന്നതിന്റെ മുമ്പ് എത്ര അർത്ഥവത്തമായ വരികളാണ് പറയപ്പെടുന്നത്. നിങ്ങളുടെ കർമ്മങ്ങളെ നിങ്ങൾ തന്നെ ഒന്ന് തൂക്കി നോക്കുക. നിങ്ങളുടെ കർമ്മങ്ങളെ നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൂക്കി നോക്കുന്നതിന്റെ മുമ്പ് നമസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ നമസ്കാരത്തെ കുറിച്ച് വിലയിരുത്തിയാൽ മതി. നമസ്കാരം എത്രത്തോളം നന്നായിട്ടുണ്ട് എന്ന് നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കും. പ്രിയപ്പെട്ടവരെ, അവസരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. നിഅമത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. ഇനി കഴിഞ്ഞുപോയ ദിവസങ്ങളിൽ നമുക്ക് നേടിയെടുക്കുവാൻ സാധ്യമല്ല. ഇനി എത്ര ദിവസങ്ങൾ നമ്മുടെ മുമ്പിൽ കിട്ടുമെന്ന് പറയാൻ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളെ ഇഖ്ലാസോടുകൂടി ചെയ്തിട്ടില്ല എങ്കിൽ നാളെ പരലോകത്ത് എത്തിക്കൊടുക്കുന്ന പ്രിയപ്പെട്ടവരെ നിന്യരായി നഷ്ടക്കാരിൽ നമ്മൾ കൊണ്ടുപോകുന്നത് ഉണ്ടാകാൻ പാടുള്ളതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഖ്ലാസോടുകൂടി കർമ്മങ്ങൾ ചെയ്യുവാൻ അതോടൊപ്പം പ്രവർത്തിക്കുവാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, 2-3 കാര്യങ്ങൾ നടത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ വരുന്ന ഞായറാഴ്ച നമ്മുടെ പള്ളിയിൽ റമദാൻ വിജ്ഞാന ക്ലാസ് 5 മണിക്കാണ് ക്ലാസ് ആരംഭിക്കുക. എല്ലാവരും കുടുംബസമേതം നമ്മുടെ പള്ളിയിലെത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ പള്ളിയിൽ നമ്മൾ നോമ്പ് തുറ സംഘടിപ്പിക്കുന്നുണ്ട്. 1500 രൂപയാണ് നമ്മൾ അതിലേക്ക് വിഹിതമായിട്ട് നമ്മൾ കാണുന്നത്. താല്പര്യമുള്ള ആളുകൾ ആളുകളുമായി ബന്ധപ്പെടുക. ഒരുപാട് വിൽപ്പന കാര്യമാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോ പള്ളിയിൽ കയറിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടാകും ചെറിയ വർക്കുകളൊക്കെ നമ്മുടെ പള്ളിയിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ സാധാരണ സൂചിപ്പിക്കുന്ന വിഷയം തന്നെയാണ്. നമ്മുടെ വീടിനെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ടോ അതിനേക്കാൾ നമ്മളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടേണ്ട അല്ലാഹുവിന്റെ ഭവനത്തെയാണ്. എന്ത് ചെയ്താലും പ്രതിഫലം. വെറുതെ ഒരു ഫാൻ ഇങ്ങനെ കറങ്ങാനത് ഓഫാക്കിയാൽ അതിൽ പോയി പ്രതിഫലം. പള്ളിയിൽ എന്തെങ്കിലും ഒരു അഴുക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പറ്റാത്തപ്പോൾ കണ്ട് അത് വൃത്തിയാക്കിയാൽ അതും പ്രതിഫലം. ആ പള്ളിയിൽ വന്ന് നമസ്കരിച്ചാൽ അതും പ്രതിഫലം. എല്ലാ കാര്യങ്ങളും പ്രതിഫലമാണ് പള്ളിയുമായി ബന്ധപ്പെടുന്ന ആൾ. ഹദീസിൽ അതാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു പക്ഷിക്ക് അടയിരിക്കുവാൻ ഉതകുന്ന രൂപത്തിലുള്ള ഒരു പള്ളിയാണ് ഒരാൾ നിർമ്മിച്ചത് എങ്കിലും അല്ലാഹു സ്വർഗ്ഗത്തിൽ വീടുകളിലേക്ക് കൊടുക്കുമെന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പള്ളിയിൽ സോളാറുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം സഹായിക്കുക എന്നുള്ളത് വലിയ നിർബന്ധമായ ഒരു കാര്യമാണ്. നമ്മുടെ പള്ളിയിൽ വിളിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ആളുകളും നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു സംഖ്യ 2000 ആകാം, 3000 ആകാം, 1000 ആകാം, എത്ര വലുതാണെങ്കിലും എത്ര ചെറുതാണെങ്കിലും ഇന്ന് പോകുമ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റുന്ന സംഖ്യ നിങ്ങളുടെ
കൃത്യമായി നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഇൻഷാ അല്ലാഹ് എന്റെ സമ്പത്തിൽ നിന്ന് അല്ലാഹുവിന്റെ ഭവനം പുനർനിർമ്മിക്കാൻ എല്ലായിടത്തും വഴക്കുകൾ നടക്കാൻ ഇന്ന പൈസ ഞാൻ തരാമെന്ന് പറഞ്ഞ് ഒരു ഉറപ്പ് കൊടുത്തിട്ട് ഇൻഷാ അല്ലാഹ് പരിശുദ്ധമായ റമദാനിന്റെ ഈ ഒരു ദിനത്തിൽ നിങ്ങൾ പുറപ്പെടാൻ പാടുള്ളൂ. കാരണം ഇത് അല്ലാഹുവിന്റെ ഭവനത്തിന്റെ വിഷയത്തിന്റെ കാര്യമാണ്. കോടിക്കണക്കിനും അതുപോലെ തന്നെ ആയിരക്കണക്കിനും സമ്പത്ത് കൂട്ടിവെച്ചുകൊണ്ടാക്കി ഒന്നും പ്രിയപ്പെട്ടവരോട് ഒരാൾ ഇന്ന് വരെ കൊണ്ടുപോയിട്ടില്ല. ഇതിൽ കൊണ്ടുപോയി ഒന്നും കൊണ്ടുപോയിട്ടില്ല. എന്നാൽ ഇതൊരു സ്വതന്ത്രം ജാരിയായി നമുക്ക് കിട്ടും. നമ്മൾ മരിച്ചാൽ നമ്മുടെ കബറിലേക്ക് ഇതിന്റെ പ്രതിഫലം നമുക്ക് നൽകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അല്ലെ? നമ്മൾ ആത്മാർത്ഥമായി ചിന്തിക്കുക, ആലോചിക്കുക, ആലോചനകൾ സഹകരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് എല്ലാ സ്വതന്ത്രങ്ങളും എല്ലാ കാലഘട്ടങ്ങളും ഇഖ്ലാസോടുകൂടി നമ്മളിൽ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ സമ്പത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കച്ചവട മാർഗങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ പാപങ്ങൾ റഹ്മാനായ നാഥൻ നമുക്ക് പുറത്തു തരുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة